പൗഡർ സപ്ലൈ ചെയ്യുന്ന ഡാനി മുതൽ പാർസൽ ലോറിയുടെ നമ്പർ വരെ അവൻ മനസ്സിലാക്കിയിരിക്കുന്നു. അവൻ അറിഞ്ഞുകൂടാത്ത ഒരേ ഒരു രഹസ്യം നീ ഞാനും ഒറ്റക്കെട്ടാണെന്നുള്ളത് മാത്രമാണ്. അതും അറിയുന്നതിന് മുമ്പ് അവനെ തീർത്തേക്കണം. ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കൊളംബോയിൽ നിന്നൊരു ശ്രീലങ്കക്കാരനെ ഇറക്കുമതി ചെയ്യാൻ പോവാ. കള്ളത്തോണിയിൽ വന്നിറങ്ങും അവൻ. കണ്ണടച്ച് തുറക്കുന്നതിന് മുൻപ് നരസിംഹനെ തീർത്തിട്ട് പൊയ്ക്കളയും അവൻ. വരുന്നവൻ ആരായാലും ഒരു തെളിവുണ്ടാകാൻ പാടില്ല. അവൻ സംസാരിക്കുന്ന ഫോൺ, അവൻ താമസിക്കുന്ന സ്ഥലം, അവൻ കഴിക്കുന്ന ആഹാരം എല്ലാം നിങ്ങളുടെ ഏർപ്പാടായിരിക്കണം. ഇതാണ് ഞാൻ പറഞ്ഞ കോസ്റ്റ് ഏരിയ. ഇവിടെയാണ് ഭായിയുടെ ആൾക്കാരെ. എന്തിനാ ഇവിടെ വന്നേ? ഞാൻ കുറച്ചു ദിവസമായില്ലേ നിങ്ങളെ കണ്ടിട്ട്, അതുകൊണ്ടാ. സത്യ അല്ല, എന്റെ മാല നിങ്ങളുടെ അടുത്തില്ലേ, അതുകൂടെ വാങ്ങിച്ചിട്ട് പോവാൻ വന്നതാ. ചെയിൻ നീ എന്താ ചെയ്യുന്നേ? എന്തോടെ ഇത്? സ്ഥലം വിട്ടോ. സാർ, ഈ ചെയിനിലും സാറിന് ഒരു ലിങ്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്താ? മുഖ്യ വിഷയം കാവ്യ മാഡം ചെയിൻ കാണുന്നില്ല എന്ന് പറഞ്ഞ് സാറിനെ കാണാൻ വന്നു. സാർ അവരോട് ചോദിച്ചു, ഈ നൈറ്റ് ഈ ഷർട്ട് പോലെ സൈഡിലേക്ക് തുറക്കുവോ അതോ ബനിയൻ ഊരുന്ന പോലെ മേലേക്ക് ഊരുവോ എന്ന് ചോദിച്ചു. വേണ്ട. അവിടെ ലവ് സ്റ്റാർട്ടായി, ഇവിടെ ലവ് കട്ടായി. എന്താടാ പക്കി? പക്കിയാ മീ? സ്കൂളിൽ നിന്ന് പഠിച്ചതായിരിക്കുമല്ലേ. മോളെ അങ്ങോട്ട് നോക്ക്, ആ പെണ്ണ് തന്നെയാ. ഞാൻ പറഞ്ഞപ്പോ വിശ്വസിച്ചില്ലല്ലോ. സാറിന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന കണ്ടോ? What's happening here? ഹായ് കാവ്യ, നീ എപ്പോഴാ നാട്ടിൽ നിന്ന് വന്നേ? ആരാ പെണ്ണ്? എന്തിനാ ഇവിടെ വന്നിട്ട് പോയത്? ഏത് പെണ്ണ്? മഞ്ഞ ചുടിദാർ ഇട്ടിട്ട് ഒരു പെണ്ണ് പോയല്ലോ. നിങ്ങൾ അവളെ കണ്ടില്ലേ? അവളെന്റെ സ്റ്റുഡന്റ്. സ്റ്റുഡന്റോ? അതിന് നിങ്ങൾ എന്താ ഇപ്പോഴും ടീച്ചറാണോ? വീട്ടിൽ ട്യൂഷൻ നടത്താൻ? ഓക്കെ സാർ, ആ പെണ്ണിന്റെ ഒരു മാല സാറിന്റെ കയ്യിലിരുന്നായിരുന്നു. അത് തിരിച്ചു വാങ്ങിട്ട് പോകാൻ വന്നതാ, അത്രേ ഉള്ളൂ. അവളുടെ മാല എങ്ങനെയാ നിങ്ങളുടെ കയ്യിൽ വന്നത്? നീ തുടങ്ങിയല്ലേ? അതെ, നീ തന്നെ തീർക്ക്. അത് സാറ് ഈ സ്കൂളിൽ വാദ്യരായിരുന്നപ്പോൾ മണപ്പാട്ടേക്ക് വരാൻ പറഞ്ഞു. സാറാണെങ്കിൽ അവളെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി. അവള് വിളിച്ചാൽ നിങ്ങൾ എന്തിനു പോകണം? പെണ്ണിനെ ആരെ തട്ടിക്കൊണ്ട് പോയെന്ന് ഫോൺ വന്നു. അപ്പൊ നമ്മുടെ സാറ് രക്ഷിക്കാൻ വേണ്ടി പോയതല്ലേ. രക്ഷപ്പെടുത്താൻ പോലീസല്ലേ പോവേണ്ടത്? നിങ്ങൾ അപ്പൊ ടീച്ചർ അല്ലായിരുന്നോ? നിങ്ങൾ എന്തിനാ പോയത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുന്നത്? അതൊരു ലവ് മാറ്റർ അല്ലേ? ലവോ? സഹായിക്കാൻ പറഞ്ഞ ആദ്യം തൊട്ട് ഞാൻ വേറെ രീതി പറയാം. നീ പുറത്തു പോ നോക്ക്. ഞാൻ പറഞ്ഞതിൽ പല തെറ്റുണ്ടോ? അവളുടെ സ്വഭാവത്തെ കുറിച്ച് നീ ഒന്നും അറിഞ്ഞിരിക്കണം. ഓ, വൺ സൈഡ് ലവ് ആയിരുന്നോ? അവളുടെ അടുത്ത് ഞാൻ സംസാരിച്ചോളാം. ജസ്റ്റ് ലീവ് ഇറ്റ്. വാ വാ, അവനാണ് നരസിംഹൻ. എല്ലാ സ്റ്റേഷനിലും ഇൻഫോം ചെയ്യും. യെസ് സർ. ഇതിന്റെ മുകളിലാണ് അവൻ താമസിക്കുന്നത്. സാർ ഇതാ താക്കോൽ. ദാ എന്തായി? ഞാൻ കാത്തിരിക്കുക. വന്ന ഉടനെ തീർത്തേക്കാം. വന്ന ജോലി തീർന്നു കഴിയുമ്പോ പുറത്ത് കറുത്തൊരു കാറ് കിടപ്പുണ്ടാവും. ആരും അറിയാതെ നീ അതിൽ കയറി രക്ഷപ്പെട്ടോണം. ശരി ശരി. അങ്ങോട്ട് നോക്കൂ. അതെ, നോക്ക് സാർ, ഒരാളിറങ്ങി പോകുന്നേ. ഞാനിപ്പോ വരാം. അയ്യോ, ബായ്, നരസിംഹൻ രക്ഷപ്പെട്ടു. എന്താടാ നീ പറയുന്നേ? വിൻസെന്റ്,
പേടിക്കണ്ട, എന്തു പറ്റി? ഒന്നുമില്ല. അവന്റെ കയ്യിൽ കുടുങ്ങരുത്. നീ നേരെ ഓടിക്കൊണ്ടേയിരുന്നോ? ഒരു കറുത്ത കാർ വരുന്നുണ്ടോ? ശരി ശരി, അവൻ വരുന്നു ബൈ. ആദ്യം അവനെ വണ്ടിയിൽ കേട്ടെ. നരസിംഹം സെലോൺകാരനെ വെടിവെച്ചു. വണ്ടി അവന്റെ മേത്ത് കേട്ട്. എന്താ പറഞ്ഞത് ബൈ? കേട്ടടാ, കേട്ടടോ. കേട്ടടാ അവന്റെ പുറത്തുകൂടെ. സാറേ, എഴുപുന്നയ്ക്ക് കുഴപ്പമൊന്നുമില്ല. ഇവന്റെ സംസാരം കേട്ടിട്ട് ഹോട്ടലുകാർ പറഞ്ഞു ശ്രീലങ്കക്കാരനാ. സാർ, അക്യൂസ്റ്റിന്റെ മൊബൈൽ ഫോണാണ്, ബോഡിയുടെ അടുത്തുണ്ടായിരുന്നു. എടോ, ശ്രീലങ്കക്കാരന്റെ നമ്പർ ഇതാണല്ലോ ഫോൺ. ഹലോ ബായ്, कैसे तुम? കോൻ डी ഡി എന്ന് വെച്ചാ? दी तो दिल, धर, धड़कन, दुनिया, दोस्त, दुश्मन. तेरा दुश्मन നരസിംഹം. നിന്റെ തലക്കെന്താ ഭ്രാന്ത? എന്നെ കൊല്ലാൻ നീ ഇവിടേക്ക് ആളെ ഇറക്കിയിട്ട് അവനെ കൊല്ലാൻ നീ വേറെ ആളെ അയച്ചു അല്ലേ? എല്ലാം എനിക്കറിയാം. നിന്നെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഈ ബോഡി പൊക്കിയെടുത്ത് നിന്റെ അടുത്തേക്ക് വന്നോണ്ടിരിക്കും. അവിടെ നിൽക്കണം. വണ്ടി തിരിക്കടോ. ഭായിയെ പൊക്കിയേക്കാം സാർ. ഞാൻ ചുമ്മാ പറഞ്ഞതാ. ഈ ഫോണും കൊണ്ട് അവന്റെ വീട്ടിലേക്ക് പോയാൽ അറിയാതെ റോങ് കോൾ ചെയ്തതെന്ന് കൃത്യമായിട്ട് പറയും. കളി തുടങ്ങി. ബായ്. എന്തിനാ എന്റെ കാറിലിടിച്ചത്? നിന്റെ കാറിൽ ഇടിച്ചപ്പോ ഇത്ര ദേഷ്യം വന്നാ? ഞങ്ങളുടെ സാറിന്റെ കാര്യത്തിൽ ഈ മോക്ക് എന്താ ദേഷ്യം വരും? മനസ്സിലായില്ല. DSP നരസിംഹന്റെ പുറകെ ചുറ്റുന്നത് നിർത്തണം. അതർവൈസ് യു വിൽ ഫേസ്. അതെ, എന്നെ വരട്ടെ നോക്കണ്ട. ഞാൻ ആരാണെന്ന് എനിക്കറിയോ? ഗോൾഡൻ ഷിപ്പിംഗ് ഓണറിന്റെ മോളാ. ഞാൻ ഇന്ത്യ സൈക്കിൾസ് ഓണറിന്റെ മോളാ. നിന്റെ അച്ഛനെന്താ സൈക്കിളിന് കാറ്റടിക്കുന്ന ജോലിയാ? എന്നാ നിന്റെ അച്ഛനോ കപ്പലിന് പെയിന്റ് അടിക്കാ? ദേ, ഏയ്, ഞങ്ങൾ രണ്ടുപേരും പ്രേമത്തിലാണ്. നീ എന്താ പീസാണോ? എത്രയാ നിന്റെ റേറ്റ്? ആരുടെ മുഖത്തൊക്കെ ഇങ്ങനെ പറഞ്ഞേ? നിനക്കെന്താ മറ്റേ പണിയാണോ? ഇങ്ങനത്തെ നാടകം കളിക്കാൻ DSPയുടെ അടുത്ത് എത്രയാ വാങ്ങിയത്? ഈ കൊച്ചെന്ന് തോന്നുന്നോ പറയുന്നത്? എന്തു പറ്റി? അതെ, എടീ, അഭിനയിച്ച് കൊളവാക്കല്ലേ. എന്താണ് ഇതിന്റെ മനസ്സിൽ? നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞ് പഠിക്കുന്ന പെണ്ണാണ് നീ. തെരുവ് റൗഡികളെ പോലെ വിവരം കേട്ട രീതിയിൽ സംസാരിക്കുന്നല്ലേ? മെച്ചൂരിറ്റി ഇല്ലാത്തൊരു പെൺകുട്ടിയെ പറഞ്ഞു തിരുത്താമെന്ന് കണ്ടപ്പോ ഓവറായിട്ട് സംസാരിക്കുന്നു. കൊന്നുകളെ ഞാൻ. മറ്റൊരാളുടെ മനസ്സെന്തെന്നറിയാതെ സ്നേഹിക്കുന്നത് പ്രേമമല്ല. പഠിക്കേണ്ട സമയത്ത് പഠിക്കുകയാണ് വേണ്ടത്. ഞങ്ങൾ 2 വർഷമായിട്ട് പ്രണയത്തിലാണ്. പക്ഷെ ഒരു 2 മണിക്കൂർ പോലും അവൾക്ക് വേണ്ടി എനിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അതിൽ അവൾക്ക് നല്ല വിഷമമുണ്ട്. അവളത് പുറത്ത് കാണിച്ചിട്ടില്ല. ആ ക്ഷമയ്ക്ക് പറയുന്ന പേരാണ് പ്രണയം. രാജകുമാരിയെ പോലെ നഗരത്തിൽ ജീവിച്ചവളാ. എല്ലാ സുഖ സൗകര്യങ്ങളും വലിച്ചെറിഞ്ഞ് അവൾ എനിക്ക് വേണ്ടി ഈ നാട്ടിൽ വന്ന് ജീവിക്കുക. ആ ത്യാഗത്തിന്റെ പേരാണ് പ്രേമം. യു നോ ഹൗ മച്ച് ഐ ലവ് ഹർ. അവളുടെ കണ്ണിൽ നിന്ന് കണ്ണീർ വന്ന എന്റെ നെഞ്ചിൽ നിന്ന് രക്തം വന്നതുപോലെ. അവരാരാണെന്നറിയാതെ ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയി. എന്നെ മനസ്സ് മാറ്റാൻ വേണ്ടിയാ പറഞ്ഞു വിട്ടെന്ന് വിചാരിച്ച് അറിയാതെ വായി വന്നതൊക്കെ പറഞ്ഞു പോയി. I'm really sorry, sir.